ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സിൻസീസ് കുക്കറി ചാനൽ. നമുക്കിന്ന് ഇവിടെ ഒരു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാം. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് എല്ലാവർക്കും കാണുമ്പോൾ മനസ്സിലായി കാണും, പുട്ടാണ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് ഞാനിവിടെ. അപ്പോൾ എല്ലാവർക്കും ഈസി ആയിട്ട് പുട്ടുണ്ടാക്കുന്ന വിധം രാവിലെ തന്നെ പഠിപ്പിച്ചു തരാം. എങ്ങനെയാണെന്ന് നോക്കാം നമുക്ക്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യമായിട്ട് ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നുണ്ടോ, പുട്ടുപൊടി നനച്ച് വെച്ചിട്ടുണ്ട്. പുട്ടുപൊടി നനച്ച് വയ്ക്കുക. എല്ലാവർക്കും പുട്ടുപൊടി നനയ്ക്കാനൊക്കെ അറിയാമായിരിക്കുമല്ലോ. ഞാനിപ്പോൾ ഇത്തിരി ഹെൽത്തി ആയിട്ടുള്ള ഒരു പുട്ടുപൊടി ഇവിടെ എനിക്ക് കിട്ടി. അതായത് ഉണ്ടോ, ചെമ്പ പുട്ടുപൊടി എന്ന് പറയും. അപ്പോൾ ഇത് ലുലുമാളിലൊക്കെ പോകുമ്പോൾ കിട്ടുന്നതാണ് എനിക്ക്. അപ്പോൾ അങ്ങനെ ഇതേണ്ടോ ചെമ്പ പുട്ടുപൊടി നനച്ചു. ഇതുണ്ടോ, നനച്ച് എല്ലാവർക്കും അറിയാമല്ലോ, ഇങ്ങനെ ഇതുപോലതാണ് പുട്ടിൻ്റെ പൊടിയുടെ പാകം എന്ന് പറയുന്നത്. അപ്പോൾ ഇതുപോലെ പുട്ടുപൊടി നനയ്ക്കുക. പിന്നെ നമുക്കിനി കുറ്റിയിലൊക്കെ വാരിയിട്ട് നിറച്ച് പിന്നെ അതിന് കുത്തി അങ്ങനെ ആകുമ്പോഴത്തേക്കും നമ്മുടെ സമയമെല്ലാം വേസ്റ്റ് ആവും. അപ്പോൾ അതിന് പകരമായിട്ട് ഈസി ആയിട്ട് ഞാനിവിടെ ഒരു സൂത്രം കാണിച്ചു തരാം നിങ്ങളെ. വേണ്ട, ഇതുപോലെ ചെറിയൊരു സ്റ്റീലിൻ്റെ ഗ്ലാസ് എടുക്കുക. സ്റ്റീലിൻ്റെ എന്ത് ഗ്ലാസ് ആയാലും കുഴപ്പമില്ല. ഇതിനകത്ത് നമുക്ക് ആദ്യം തന്നെ കുറച്ച് തേങ്ങ ഇടാം. എന്നിട്ട് കുറച്ച് പൊടി വാരിയിടണം. വേണ്ടോ, ഞാനിങ്ങനെ തേങ്ങ ഇട്ട ശേഷം നമുക്ക് പുട്ടിൻ്റെ പൊടി ഇങ്ങനെ വാരിയിടാം അതിലേക്ക്. നല്ല എളുപ്പമുള്ള പണിയാണ് കേട്ടോ. പുട്ടിൻ്റെ പൊടി ഗ്ലാസ് ഞാൻ ചെറിയ ഗ്ലാസ് എടുത്തിരിക്കുന്നത്. അപ്പോൾ വേണ്ട, ഇങ്ങനെ വടിച്ചു ജസ്റ്റ് ഒന്ന് പുഷ് ചെയ്ത് കൊടുക്കുക. ഒരുപാട് പുഷ് ചെയ്യേണ്ട. വേണ്ട, പൊടിയൊന്ന് നിറച്ച് പൊടി എടുത്ത് കഴിയുമ്പോഴേക്കും നമ്മുടെ പാകത്തിനാവും. കുട്ടികൾക്കൊക്കെ പാകത്തിനുള്ള അളവ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് വേണ്ട ഇങ്ങനെ ആക്കി കൊടുക്കുക. ജസ്റ്റ് നമ്മുടെ സ്റ്റീമർ എടുക്കുക. സ്റ്റീമറിനകത്ത് വേണ്ട ഇങ്ങനെ വെച്ചിട്ടൊന്ന് തട്ടി കൊടുക്കുക. കണ്ടോ, ഈസി അല്ലേ എല്ലാവർക്കും. അപ്പോൾ ഇതുപോലെ നിങ്ങൾ ഇങ്ങനെ, അപ്പോൾ നമുക്ക് നമ്മുടെ സ്റ്റീമറിൻ്റെ ഗ്യാപ്പിനനുസരിച്ച് എത്ര പുട്ടുണ്ടാക്കാൻ പറ്റുമോ അത്രയും ഗ്ലാസ് പുട്ട് റെഡിയാക്കാം നമുക്കിവിടെ. കണ്ടോ, അപ്പോൾ നമുക്ക് പൊട്ടിപ്പോവില്ല. ആരും ഇതെങ്ങനെ എന്താ പറയുന്നത്, പുട്ടുപൊടി വാരിയിട്ട് സ്റ്റീമറിൽ മറ്റേ കുറ്റിയിലൊക്കെ വെച്ച് ചെയ്യുമ്പോഴത്തേക്കും എല്ലാവരും പറയും ഇത് എന്താ ഉടഞ്ഞു പോയി, അതിൻ്റെ കമ്പ് വെച്ച് നമ്മൾ പുറത്തേക്ക് തള്ളുമല്ലോ പുട്ട്. അപ്പോൾ അങ്ങനെ തള്ളിയൊക്കെ വയ്ക്കുമ്പോഴത്തേക്കും എന്താണ് അത് പൊട്ടിപ്പോവും. ഇത് കണ്ടോ, ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഇവിടെ നിന്ന് എടുത്ത്. കണ്ടോ, ഈസി അല്ലേ. അപ്പോൾ എല്ലാവരും ഇതുപോലെ പുട്ടുണ്ടാക്കുക. ഞാൻ എന്നിട്ട് ഇതിനകത്ത് ഇത് പൊടിഞ്ഞൊന്നും പോകില്ല. ഞാനിത് സ്റ്റീം ചെയ്തിട്ട് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പോൾ ഒരേ സമയത്ത് നമുക്ക് ഇത്രയും പുട്ടുണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ പുട്ടൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഒന്നും ഉടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ എല്ലാവർക്കും ഇതുപോലെ റെഡിയാക്കാമല്ലോ. ഞാനിപ്പോൾ ഇത് ഓർമ്മ എടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ ആവി വറക്കുന്ന ചെമ്പ പുട്ടും കടലക്കറിയാണ് ഞാനിവിടെ റെഡിയാക്കിയിരിക്കുന്നത്. നല്ല സൂപ്പറാണ്. എല്ലാവരും വീട്ടിലുണ്ടാക്കി നോക്കണം. വേണ്ട, അനയ്ക്കാനുള്ള നല്ല പുട്ടാണിത്. അപ്പോൾ എല്ലാവരും വീട്ടിൽ റെഡിയാക്കി നോക്കുക. ഈസിയാണ് കേട്ടോ. ആ ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ട്. സൂപ്പർ. ഓക്കേ.